ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ആണ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ദേഷ്യം, ആക്രമണ മനോഭാവം, വിഷമം, അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ് ഇന്നത്തെ എപ്പിസോഡിൽ തുള്ളിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മിസ്സാക്കല്ലെന്ന് തന്നെ പറയണം. കാരണം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മിസ്സാക്കിയാൽ നാളത്തെ എപ്പിസോഡായിട്ട് നിങ്ങൾ സിങ്ക് ആവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് മിസ്സാക്കല്ല്. എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന കൃഷ്ണയാണ്. കൃഷ്ണൻ്റെ അടുത്ത് സാഗർ പറയുന്നുണ്ട്, നീ പറഞ്ഞപ്പോൾ ഞാനും സുജിയും വിശ്വസിച്ചില്ല, ബലരാമൻ ഒരു ചതിയനാണെന്ന്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അതിനുള്ള തിരിച്ചടി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ കണ്ടില്ലേ എല്ലാവരും വിശ്വസിച്ച ആ കൺമണിയെ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറയാമല്ലോ, ആദ്യമൊന്നും ഞാൻ ഇത് വിശ്വസിച്ചില്ല. ആ കൺമണി ബലരാമനും അവളുടെ ഏട്ടൻ മനോജും എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മളെ ചതിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സാഗർ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കൺമണിക്ക് തക്കതായ ശിക്ഷ ഞാൻ കൊടുക്കുന്നുണ്ട്. അവളെ കണ്ണിലുണ്ണിയായിട്ട് അവളുടെ മുതൽക്കൂട്ടായിരുന്നു അവളുടെ ഈ ചിരിയും കരച്ചിലും എല്ലാം. അവളുടെ അഭിനയം എന്തായിരുന്നു, എല്ലാം പോട്ടെ, നമ്മൾ അവളെ എത്ര തവണ സഹായിച്ചിട്ടുണ്ട്. അവളെ ഇപ്പം തന്നെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാടിക്കയറി സഹായിക്കാൻ നിന്നതല്ലേ, അതെല്ലാം പോട്ടെന്ന് വിചാരിക്കാം. അവളുടെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോൾ എല്ലാ ചിലവും ഞാൻ തന്നെ ഏറ്റെടുത്ത് നടത്താമെന്ന് വരെ ഞാൻ പറഞ്ഞ് സമ്മതിച്ച് പോയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്തിട്ട് അവൾ അവസാനം നമ്മളെ തന്നെ ചതിച്ചല്ലോടാ. എല്ലാം പോട്ടെ, നിങ്ങൾക്കൊക്കെ അറിയോ അവളവിടെ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഡൽഹി പ്രോജക്റ്റിന്, അതൊക്കെ പോട്ടെ. അത് മാത്രമോ, അവളാണെങ്കിൽ അവിടെ നിന്ന് കൈക്കൂലി പറ്റി അവളുടെ ഏട്ടൻ അവിടുത്തെ മെയിൻ ഒരു ജോലിക്കാരൻ വരെ ആയിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോഴേ അറിയുന്നത്. അവർ 3 പേര് ചേർന്ന് നമ്മളെ ചതിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, അച്ഛൻ എനിക്കിപ്പോഴും ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ ആൻറ്റിയമ്മ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് കൃഷിനെ, അല്ലെങ്കിൽ നിനക്ക് കൺമണി എന്ത് ചെയ്താലും അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. മാനസം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒക്കെ അവൾക്കെതിരെ നീ നിൽക്കും, എന്നിട്ട് അവളെ അവിശ്വസിപ്പിക്കുകയെല്ലാം ചെയ്യും. പക്ഷേ കൺമണി എന്തെങ്കിലും ചെയ്തെന്ന് കേട്ടാൽ നീ അതൊന്നും അവൾ ചെയ്തതല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ഇതെല്ലാം പോട്ടെ എന്ന് വിചാരിക്കാം, അവളാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. നിന്നെ കൃപയെ രക്ഷിക്കുന്നു, പിന്നെ നിന്നെ ചായ ഇടാൻ പഠിപ്പിക്കുന്നു, പിന്നെ ഇവിടെ എല്ലാവർക്കും പാൽപ്പായസം ഉണ്ടാക്കി കൊടുക്കുന്നു, സുജയെ രക്ഷിക്കുന്നു, എന്തൊക്കെയായിരുന്നു. എടാ ഇനിയെങ്കിലും മനസ്സിലാക്ക്, അവളൊരു കൊടും വഞ്ചകിയും ചതിയത്തിയാണെന്ന്. അത് മാത്രമല്ല, നിന്നെയും മാനസയും കൈയെടുത്ത് ആണ് ഇവിടെ അവൾ ആറാടിയിരുന്നത്. അത് നിനക്കറിയോ? അതുകൊണ്ട് സാഗറെ, നീ ഇനി വെച്ച് താമസിപ്പിക്കുകയൊന്നും വേണ്ട. അവൾക്കെതിരെ എന്താണെന്ന് വെച്ചാൽ കേസോ കോടതിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തോ. അത് മാത്രമല്ല, അവൾക്ക് ഡിസ്മിസൽ ലെറ്ററും കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആൻറ്റിയമ്മ. സാഗർ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു എന്തായാലും നിന്നെ കൃപയൊക്കെ രക്ഷിച്ചത് ആ ബലരാമനും അവളും തപ്പി കളിച്ച നല്ലൊരു നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി നിൻ്റെ തീരുമാനം എന്താണെന്ന് പറയാൻ പറയും. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, കൃഷി നിസ്സഹായനാണല്ലോ, അതുകൊണ്ട് കൃഷി പറയുന്നുണ്ട്, അച്ഛൻ്റെ കൂടെ ഞാൻ നിൽക്കും, അച്ഛൻ എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സുജയെടുത്ത് ചോദിക്കുന്നുണ്ട്, സുജ നീയോ എന്ന് ചോദിക്കുന്നുണ്ട് സാഗർ. ആ സമയത്ത് സുജ പറയുന്നുണ്ട്, കൺമണി നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം സാഗർ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അതെ, അവളെ ഡിസ്മിസ് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ കമ്പനിയിൽ നിന്ന്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അലികയാണ്. അലികയിൽ ഡിസൈനേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഡിസൈനർ വന്നിട്ട് പറയുന്നുണ്ട്, അലികയിൽ നിന്ന് കൺമണിയെ പിരിച്ചു വിട്ടെന്ന് കേട്ടുവന്ന്. അപ്പോഴത്തേക്ക് ഈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു ഡിസൈനർ എണീച്ചിട്ട് പറയുന്നുണ്ട്, കൺമണിയെ പിരിച്ചു വിട്ടെന്നോ, നീ എന്താ പറയുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണി ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന്. അപ്പോൾ ആ പറഞ്ഞ ഡിസൈനർ പറയുന്നുണ്ട്, ഇല്ല സാർ, കൺമണി വന്നിട്ടില്ലെന്ന്. അപ്പോൾ കൃഷ്ണനാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ കൃഷി പെട്ടെന്ന് ഫോൺ എടുത്ത് കൺമണിയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കൺമണി കോൾ എടുക്കുന്നില്ല. അപ്പോൾ കൃഷ്ണന് എന്തോ അവൾക്ക് പറ്റിയിട്ടുണ്ട് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന മറ്റേ സീനാണ്. ആ സൈഡിൽ കൃഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ആര്യമ്മ തകർത്ത് സുജാതയും സാഗറിനെയും കുരിശിലേറ്റുവാണ്. അത്രയ്ക്ക് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായിരുന്നു ബലരാമൻ മകൻ, കൺമണി മകൾ, 2 പേര് ഇടതും വലതും. എന്നിട്ടിപ്പോൾ എന്തായി? ആ ബലരാമൻ വന്ന് അമ്മയെന്നൊന്ന് വിളിക്കുമ്പോൾ തന്നെ സുജാതയുടെ മനസ്സങ്ങ് അലിഞ്ഞു പോവും. കൺമണിയെ കാണുമ്പോൾ തന്നെ 2 പേർക്കും അങ്ങ് മനസ്സ് എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ, അത്രയ്ക്ക് സന്തോഷം. ഇപ്പം എന്തായി? 2 പേരും എന്താണെന്ന് മനസ്സിലായല്ലോ. അത് മാത്രമല്ല, പല സമയങ്ങളിലും മാനസയുടെ സ്ഥാനത്ത് കൺമണിയെ നിങ്ങൾ 2 പേരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അതറിയോ?
അങ്ങനെ കൺമണിയെ തലയിൽ വെച്ചായിരുന്നു നടന്നത്, കൺമണിയും ബലരാമനെയും. എല്ലാം പോട്ടെ എന്ന് വിചാരിക്കാം. ആ ബലരാമൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നിങ്ങൾക്കറിയാതെയല്ലേ അന്ന് ആ കൃപയുടെ റൂമിലേക്ക് ആ ബലരാമനെ ഒറ്റയ്ക്ക് നിങ്ങൾ കയറ്റി വിട്ടത്. അന്ന് അവൻ എന്താ പറഞ്ഞാൽ, അച്ഛൻ വേണ്ട ഞാൻ പൊക്കോളാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവ ആ നേഴ്സിനെ വരെ പുറത്താക്കിയിട്ട് അവ കൃപയുടെ അടുത്ത് നിന്നു. അതറിയോ? അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് കൺമണിയെ അന്ന് ഇറക്കി വിട്ട സമയത്ത് നിങ്ങളൊക്കെ എന്നെ എന്തായിരുന്നു പറഞ്ഞത്? കൺമണി അങ്ങനെ ഇറക്കി വിട്ടുകൂടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം എന്തായി? ഇതാണ് പറയുന്നത് മനുഷ്യൻ അളക്കാൻ പഠിക്കണം എന്ന്. അത് മാത്രമല്ല, ഇനി ഇങ്ങോട്ട് ആ ബലരാമൻ വന്നാൽ ആ സമയത്ത് ചീറ്റിംഗ് കേസ് അവനെ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ആൻറ്റിയമ്മ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് എവിടുന്നോ ബലരാമൻ പൊട്ടി വീണതുപോലെ അവിടെ കറക്റ്റ് സമയത്ത് അമ്മേന്ന് പറഞ്ഞ് പിച്ചക്കാരെ പോലെ വന്നിട്ടുണ്ട്. അത് കേൾക്കുന്ന സുജാത ഇങ്ങനെ നോക്കുന്നുണ്ട്. സാഗർ ഇതൊക്കെ കേട്ട് ഇങ്ങനെ തിളച്ച് ചാടാറായി നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ സാഗർ നല്ല രീതിക്ക് ബലരാമൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് എഴുതി എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് നിർവചനമായിട്ട് നമ്മുടെ സ്നേഹനിധിയായ ആൻറ്റിയമ്മ പറയുന്നുണ്ട്. ദാ കള്ളം വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. സാഗർ ആ ദേഷ്യത്തിൽ നേരെ ചെന്ന് നമ്മുടെ ബലരാമൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട്, എടാ നീ ഞങ്ങളെ ചതിക്കുമെന്നല്ലേ? എടാ നീ മാത്രമല്ല ആ കൺമണിയും മനോജും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങളെ ചതിക്കുമല്ല എന്നൊന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ ഞങ്ങൾ മകനെ പോലെ അല്ലേടാ കണ്ടത്. നീ നോക്കടാ ആ സുജിയുടെ മുഖത്തേക്ക്, അവൾക്ക് എന്ത് വിഷമമുണ്ടെന്ന് നോക്കടാ. സുജി നീ എന്തിനാ കരയുന്ന സാഗർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം സാഗർ പറയുന്നുണ്ട്, എടാ അവളുടെ മുഖത്ത് നോക്കടാ എന്ത് സങ്കടം ഉണ്ടെന്ന്. അവൾ 10 മാസം നിന്നെ ചുവന്ന് പ്രസവിച്ച പോലെ അവളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവൾ കരയുന്ന കണ്ടില്ലേടാ. എന്തായാലും നീ വെറുതെ ഇവിടെ ഒന്നും നീ വിചാരിക്കേണ്ടടാ എന്ന് പറഞ്ഞ് ഒറ്റ അടിയേക്കും ബലരാമൻ്റെ കരണക്കുറ്റി നോക്കി. അങ്ങനെ ബലരാമൻ തെറിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് ബലരാമൻ ആ വേദനയിൽ ആന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുമുണ്ട്. ബലരാമൻ്റെ പല്ല് വല്ലതും പോയി കാണുമെന്ന് അറിയത്തില്ല. അതിനുശേഷം ബലരാമൻ ഇങ്ങനെ എണീച്ച് വരുന്നുണ്ട്. ആ സമയത്ത് സുജി പറയുന്നുണ്ട് അവനെ അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ സാഗർ ദേഷ്യത്തിൽ പറയും, ഇവനെ അടിക്കല്ലെന്നോ, ഇവനെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ കരയുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് സാഗർ സുജിയുടെ അടുത്ത്. ആ സമയം സുജി നല്ല കരച്ചിലായിരിക്കും. സമയത്ത് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, വിളിക്കടാ സാഗറെ പോലീസിനെ, ഇവനെയും കൺമണിയെ ചീറ്റിംഗ് കേസ് അകത്താക്കണം. അപ്പോഴത്തേക്ക് സാഗർ പറയുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നീട് സാഗർ ബലരാമൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് BR ഡിസൈൻസിലേക്ക് ഡൽഹി പ്രോജക്റ്റിൻ്റെ ഡിസൈൻ വെച്ച ആരാണെന്ന്. അപ്പോൾ നമ്മുടെ ബലരാമൻ പറയുന്നുണ്ട് അത് കൺമണിയാണെന്ന്. ഇത് കേൾക്കുന്ന സാഗറും സുജയും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് സുജ പറയുന്നുണ്ട്, സാഗർ ഇവനെ പോലീസിൽ തന്നെ ഏൽപ്പിക്കണം. ഇത്രയും നേരം ഞാൻ കേട്ടതൊന്നും സത്യമാവില്ല എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവനെ പോലീസിൽ ഏൽപ്പിച്ചാൽ മതി എന്നാണെന്ന് പറയുന്നുണ്ട്. സമയത്ത് പിന്നെ ആൻറ്റിയമ്മ ഗോളടിക്കാൻ വന്നിട്ടുണ്ട്. ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ഇപ്പം എല്ലാം തികഞ്ഞില്ലേ, എല്ലാം മനസ്സിലായല്ലോ. ഈ പെരുങ്കള്ളനും കൂടെയാണ് നമ്മൾക്കെതിരെ ഇങ്ങനെ ചതിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബലരാമൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതും കൂടെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുജ പറയുന്നുണ്ട്, വേണ്ട സാഗർ ഈ പെരുങ്കള്ളനെ ഇപ്പം തന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. ചതിയനെ എനിക്ക് കാണണ്ട എന്ന് സുജ പിന്നീട് പറയുന്നുണ്ട്. ആ സമയത്ത് ബലരാമൻ പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ള അത് നിങ്ങൾ കേൾക്കുക പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അലികയെ തകർക്കുക എന്ന ഒറ്റ ഒരു ലക്ഷ്യമായിട്ടാണ്. ആ സമയത്താണ് മനോജ് എൻ്റെ കമ്പനിയിൽ ജോലിക്ക് വരുന്നത്. അങ്ങനെ മനോജിനെ ഞാൻ ജോലിക്ക് എടുത്തതാണ്. പക്ഷെ മനോജിന് അറിയില്ലായിരുന്നു ഇതാണ് എൻ്റെ ലക്ഷ്യം എന്നൊന്നും എന്ന് പറഞ്ഞ് നമ്മുടെ ബലരാമൻ സത്യങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.